ഒരു വാചകത്തിലോ സ്മരിക്കാൻ കഴിയുന്ന ബന്ധമല്ല മാഷുമായിട്ടുണ്ടായിരുന്നു. ഏറെക്കാലത്തെ ആഴത്തിലുള്ള ബന്ധമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നാവായിട്ടാണ് മാഷ് നിലകൊണ്ടിരുന്നത്. ഏത് സാമൂഹിക പ്രശ്നമാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമാകാം, അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ അവധാനതയോടുകൂടി ചിന്തിച്ച് ശരിയായ നിലപാടുകൾ സ്വീകരിക്കാൻ മാഷ്ക്ക് എപ്പോഴും കഴിഞ്ഞിരുന്നു. കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ പുരോഗമന മനസ്സിൻ്റെ യഥാർത്ഥ പ്രതീകമായിരുന്നു സാനുമാഷ് എന്നുള്ളത്. എറണാകുളത്ത് മാഷ് പ്രസംഗിക്കാത്ത തെരുവുകൾ പോലും ഉണ്ടാകില്ല എന്ന് പറയാം. ആര് വിളിച്ചാലും ഏത് വിഷയത്തെ സംബന്ധിച്ചും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. മാഷുമായി ഒന്നിച്ച് ഒടുവിൽ വേദി പങ്കിട്ടത് മാഷ് ഏറെക്കാലത്ത് ആഗ്രഹമായിരുന്ന ഒരു പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് ശേഷമാണ്. അത് SNV സദനത്തിൻ്റെ പട്ടയം നൽകുന്ന ചടങ്ങ്, അതാണ് ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത്. അവിടെ വെച്ച് തപസ്വിനി അമ്മയുടെ ജീവചരിത്രം, ആ പുസ്തകം മാഷ് അവസാനം എഴുതിയ പുസ്തകം അതാണ്. ആ പുസ്തകം എനിക്ക് നൽകുകയുണ്ടായി. വളരെ ചെറിയ പുസ്തകമാണെന്ന് പറഞ്ഞ് മാഷ് സൂചിപ്പിച്ചത് വിവരങ്ങൾ വേണ്ടത്ര ലഭ്യമല്ലെങ്കിലും അവരാണ് ഈ SNV സദനം എറണാകുളത്ത് ആദ്യമായി ജാതി മത വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് താമസിക്കാൻ കഴിയാവുന്ന ഒരിടമുണ്ടാക്കിയത്. അത്തരത്തിലുള്ള നവോത്ഥാന നായകരെ എല്ലാം പരിചയപ്പെടുത്തുന്നതിൽ മാഷ് ഏറെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ശ്രീനാരായണ ദർശനം ആഴത്തിൽ ഉൾക്കൊള്ളുകയും അത് കേരളീയ സമൂഹത്തിൽ നിരന്തരം പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നതാണ് മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം. വലിയ നികത്താനാവാത്ത അല്ലെങ്കിൽ പകരം വയ്ക്കാനാവാത്ത ഒരു നഷ്ടമാണ് മാഷിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്.